ഇതേസമയം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സൗദ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷം വിവാഹം കഴിച്ച ഭാര്യയാണ് സൗദ ബീവി റളിയല്ലാഹു അൻഹ. അതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, മറ്റൊരു മകൾ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഇവർ മക്കയിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ ഉമ്മു റുമാൻ, അതോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രണ്ട് മക്കൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവരെ മദീനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് സയ്യിദ് ബിൻ ഹാരിസ്, അബൂ റാഫി എന്നീ രണ്ട് സ്വഹാബികളെ മക്കത്തേക്ക് പറഞ്ഞയച്ചു. അവർ മക്കയിലെത്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സിദ്ദീഖ് തങ്ങളുടെയും കുടുംബങ്ങളെ സുരക്ഷിതമായി മദീനയിലേക്ക് എത്തിച്ചു. പക്ഷേ മക്കയിൽ നിന്ന് ഹിജറ വന്ന സ്വഹാബികളായ ആളുകൾക്ക് മദീനയുടെ ക്ലൈമറ്റുമായി ഇണങ്ങിച്ചേരാൻ കുറച്ച് സമയമെടുത്തു. ശക്തമായ പനിയായിരുന്നു. മദീനയുടെ ക്ലൈമറ്റ് മക്കക്കാരായ സ്വഹാബത്തുൽ കിറാമിന് പ്രതികൂലമായി ബാധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിന ഇലാ മക്കത്ത ഔ അഷദ്ദ. അള്ളാഹുവേ, മക്ക ഞങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ രീതിയിൽ മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കണേ. അതിനുശേഷമാണ് മദീനയിലുണ്ടായിരുന്ന പനി ജുഹ്ഫ എന്ന പ്രദേശത്തേക്ക് മാറിയത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമും മദീനയിൽ വളരെ സ്വസ്ഥമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ചു. ഹിജറയുടെ 1-ാമത്തെ വർഷം ആദ്യത്തെ ജുമുഅ നിസ്കാരം നടന്നു. ഹിജറയുടെ 1-ാമത്തെ വർഷം പരസ്യമായി ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല, ഇസ്ലാമിലെ ആദ്യത്തെ കുട്ടി സുബൈർ എന്ന് പറയുന്ന സ്വഹാബിക്ക് അബ്ദുള്ള എന്നൊരു മകനുണ്ടായി, അബ്ദുല്ലാഹിബ്നു സുബൈർ. അതായിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ സന്താനം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലാം അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ മദീനക്കാർ ഒന്നടങ്കം അംഗീകരിച്ചിരുന്ന ജൂത പണ്ഡിതനായിരുന്നു. അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നത് ഹിജറയുടെ 1-ാമത്തെ വർഷമാണ്. അക്കാലഘട്ടത്തിൽ മദീനയിലുണ്ടായിരുന്നത് പ്രധാനമായും 2 വിഭാഗം ആളുകളായിരുന്നു. ഒന്ന് ജൂതന്മാർ, യഹൂദികൾ, രണ്ടാമത്തത് മുശ്രിക്കുകൾ. ബുഖ്ത് നസർ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അക്രമം, ബൈത്തുൽ മുഖദ്ദസ് ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ജൂതന്മാർ അവിടെ നിന്ന് ഛിന്നഭിന്നമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഓടി. ആ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വന്ന് തമ്പടിച്ചത് യസ്രിബ് എന്ന് പറയുന്ന പ്രദേശത്താണ്, ഇന്നത്തെ മദീന. ആ യസ്രിബിൽ താമസിച്ച ജൂത വിഭാഗം പ്രധാനമായും 3 കുടുംബങ്ങളായിട്ട് വേർപിരിഞ്ഞു. ബനു ഖൈനുഖാ, ബനു നുലൈർ, ബനു ഖുറൈള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയ ആദ്യം തന്നെ ചെയ്തത് ഇവരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കലാണ്. ആ ഉടമ്പടിയിൽ പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം. രണ്ടാമത്, നിങ്ങൾ നിങ്ങളുടെ ജീവിത ചെലവുകൾ വഹിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ചെലവുകളും വഹിക്കും. മൂന്നാമത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയോ അക്രമമോ പാടില്ല. നാലാമത്തത്, പുറത്തുനിന്നുള്ള ഏതെങ്കിലും ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ വന്നാൽ ഒരുമിച്ച് നിന്ന് ശത്രുക്കൾക്കെതിരെ പോരാടും. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയാണ് പുറത്തുനിന്നുള്ള ശത്രുക്കൾ അക്രമം അഴിച്ചുവിടുന്നതെങ്കിൽ ഒരുമിച്ച് നിന്ന് ആ ശത്രുക്കൾക്കെതിരെ പോരാടും. ഇതായിരുന്നു ഉടമ്പടിയുടെ ഏറ്റവും കാതലായ ഭാഗങ്ങൾ. പക്ഷേ മദീനയിലുള്ള ജൂതന്മാർ കരാറ് ലംഘിക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. യമനിൽ നിന്ന് വന്ന സാലബത്തുൽ അസ്ദരി എന്ന് പറയുന്ന ആൾ യസ്രിബിൽ വന്ന് താമസം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസ് ബിനു സാലബയ്ക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. ഒന്ന് ഔസ്, രണ്ടാമത്തത് ഖസ്റജ്. ഇവരുടെ ഉമ്മ ഖൈല എന്നു പേരുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗോത്രം മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത് ബനു ഖൈല എന്നായിരുന്നു. പിന്നീട് കാലാന്തരങ്ങളിൽ ഈ ഗോത്രങ്ങൾ തമ്മിൽ ഭിന്നിക്കുകയും ഔസ്, ഖസ്റജ് എന്നീ 2 ഗോത്രങ്ങളായി വഴിപിരിയുകയും ചെയ്തു. ഇവരായിരുന്നു മദീനയിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായ
അറബികൾ. ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ 120 വർഷങ്ങളോളം നീണ്ടുനിന്ന ഗോത്രവഴക്കുകൾ അവസാനിപ്പിക്കലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം. സൂറത്ത് ആലി ഇമ്രാൻ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് ഗോത്രങ്ങളെ തമ്മിൽ സാഹോദര്യമുണ്ടാക്കിയതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഈ രണ്ട് വിഭാഗത്തിനും കൂടി അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത പേരാണ് അൻസ്വാരികൾ അഥവാ സഹായികൾ. ഔസ് ഖസ്റജ് ഗോത്രക്കാരുടെ ഇടയിൽ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സാഹോദര്യം ഉണ്ടാക്കിയത്. ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഈ സാഹോദര്യം കെട്ടിപ്പടുത്തത് അൻസ്വാരികളുടെയും മുഹാജിരീങ്ങളുടെയും ഇടയിലായിരുന്നു. അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബത്തിൻ്റെയും മദീനക്കാരായ സ്വഹാബികളുടെയും സഹായികളായ സ്വഹാബികളുടെയും ഇടയിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ വഉലുൽ അർഹാമി ബഅ്ളുഹും ഔലാ ബിബഅ്ൾ എന്ന ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതുവരെ അവർ പരസ്പരം അനന്തരമെടുക്കാറ് പോലും ഉണ്ടായിരുന്നു. മദീനക്കാരായ ആളുകൾ മുഹാജിരീങ്ങളായ ആളുകളെ ജീവനു തുല്യം സ്നേഹിച്ചു. തങ്ങളുടെ സമ്പത്തിൽ നിന്ന് സർവ്വതും അവർക്ക് സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. മുഹാജിറീങ്ങളായ സ്വഹാബികളെ കൊണ്ടുപോകാനും സൽക്കരിക്കാനും വേണ്ടി മദീനക്കാർ വലിയ വാശിയിലായിരുന്നു. അവസാനം മദീനക്കാരായ ആളുകൾക്ക് മുഹാജിരീങ്ങളായ ആളുകളെ കൊടുക്കാൻ തികയാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നറുക്കു വീഴുന്ന മദീനക്കാരനാണ് മുഹാജിറായ സ്വഹാബിയെ കൊടുത്തത്. പക്ഷേ മുഹാജിരീങ്ങളായ സ്വഹാബികൾ മദീനക്കാരെ ദുരുപയോഗം ചെയ്യാനോ മദീനക്കാരിൽ നിന്ന് വെറുതെ ഒന്നും വാങ്ങാനോ ആഗ്രഹിച്ചില്ല. സഅദ് ബിൻ റബീ റളിയല്ലാഹു തആല അൻഹു തൻ്റെ സഹോദരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ മദീനത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആളാണ്, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ അഹ്ലുകാരിലും ബറക്കത്ത് നൽകട്ടെ. ദല്ലൂനി അല സൂഖ്, എവിടെയാണ് അങ്ങാടി എന്ന് എനിക്ക് കാണിച്ചു തരൂ, മാർക്കറ്റ് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്നാണ്. മദീനക്കാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപത്തെത്തി, ഞങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി ഞങ്ങൾ നിങ്ങൾക്ക് ദാനമായി തരാം. അൻസാരികൾക്ക് നബിയെ താങ്കൾ വിതരണം ചെയ്യുക. നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല, മറിച്ച് നിങ്ങളുടെ തോട്ടങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഞങ്ങൾ അതിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് അതിൻ്റെ പ്രതിഫലം പറ്റി ജീവിച്ചു കൊള്ളാമെന്നാണ് അൻസാരികളായ സ്വഹാബികളോട് മുഹാജിരീങ്ങളായ സ്വഹാബികൾ പറഞ്ഞ മറുപടി. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, തുല്യതയില്ലാത്ത ഒരു അഭയാർത്ഥി പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് മുഹാജിറിലും അൻസ്വാറിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം.